സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവരിഡേയിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാർക്കും സ്നേഹത്തോടെ സ്വാഗതം. നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ 10-ാം അധ്യായത്തെക്കുറിച്ചാണ്. രാഷ്ട്രങ്ങളുടെ പട്ടിക എന്നറിയപ്പെടുന്ന ആ ഭാഗം ശരിക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതെ, ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ കുറേ പേരുകൾ മാത്രമായി തോന്നാം, അല്ലേ? പക്ഷെ ഇതിനൊരു ആഴമുണ്ട്. തീർച്ചയായും. പ്രളയത്തിന് ശേഷം ലോകം എങ്ങനെ വീണ്ടും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു എന്നതിൻ്റെ ഒരു വിവരണമാണിത്. നോഹയുടെ മക്കളായ ഷേം, ഹാം, യാഫേത്ത് എന്നിവരിലൂടെ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുവിൻ എന്ന ആ ദൈവിക കൽപ്പന, അതിന്റെ ഒരു പൂർത്തീകരണം പോലെ. അതെ, ഇതൊരു വെറും യാദൃശികമായ വ്യാപനമല്ല. ഇതിന്റെ പിന്നിലൊരു ദൈവിക പദ്ധതി ഉണ്ട് എന്ന് ഈ അധ്യായം നമ്മോട് പറയുന്നു. ശരിയാണ്. ശുദ്ധീകരിക്കപ്പെട്ട ഒരു ലോകത്തിന്റെ പടിവാതിൽക്കൽ നിന്നുകൊണ്ട് നോഹയുടെ മക്കൾ ഓരോരുത്തരും അവരവരുടെ വിളിയിലേക്ക് കടക്കുകയാണ്. അവർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകുന്നത് അതൊരു ചിതറിപ്പോകലല്ല, മറിച്ച് ദൈവഹിതപ്രകാരം സംഭവിക്കുന്ന ഒന്നാണ്. അതിലൂടെ വ്യത്യസ്ത ദേശങ്ങൾ, ഭാഷകൾ, പാരമ്പര്യങ്ങൾ ഒക്കെ രൂപപ്പെടുന്നു. അതെ, പക്ഷെ അതൊരു ആശയക്കുഴപ്പമല്ല, മറിച്ച് ദൈവത്തിന്റെ ആ ഒരു സൃഷ്ടിയിലെ വൈവിധ്യമാണ് കാണിക്കുന്നത്. സൃഷ്ടാവിന്റെ കരങ്ങളിൽ ഒരു ഐക്യം അവിടെയുണ്ട്. നമുക്ക് ഈ മക്കളുടെ സന്തതികളെക്കുറിച്ചൊന്ന് നോക്കിയാലോ? യാഫേത്തിന്റെ കാര്യം പറയുമ്പോൾ യാഫേത്തിന്റെ സന്തതികൾ അവർ കൂടുതലും തീരദേശങ്ങളിലേക്കും ദ്വീപുകളിലേക്കും വ്യാപിച്ചതായിട്ടാണ് കാണുന്നത്, ആദ്യകാല ജനതയായിട്ട്. ഹാമിന്റെ സന്തതികളോ? അവിടെ കുറച്ചുകൂടി ശക്തമായ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. ഹാമിന്റെ വംശാവലിയില് നിമ്രോദ് എന്നൊരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഭൂമിയിലെ ആദ്യ വീരൻ എന്നൊക്കെയാണ് വിശേഷണം. നിമ്രോദ് ബാബേൽ നഗരവുമായി ബന്ധമുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? അതെ, ബാബേൽ, ഏരെക്, അക്കാദ് തുടങ്ങിയ നഗരങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ഇത് ചില വ്യാഖ്യാനങ്ങളില് മനുഷ്യന്റെ ആ ഒരു അഹങ്കാരം, ശക്തി പ്രകടനം, അതിന്റെയൊക്കെ സൂചനയായിട്ട് കാണാറുണ്ട്. എന്നാൽ ഷേമിന്റെ വംശാവലിയിലേക്ക് വരുമ്പോൾ ഒരു വ്യത്യാസം കാണുന്നുണ്ട്. ഉണ്ട്. ഷേമിന്റെ സന്തതികൾ അവരെ കൃപയാൽ വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. കാരണം അബ്രഹാമിലേക്കും തുടർന്ന് യേശുക്രിസ്തുവിലേക്കും എത്തുന്ന ആ വാഗ്ദത്തം വഹിച്ച ഒരു പരമ്പരയായിട്ടാണത് നിലകൊള്ളുന്നത്. അപ്പോ ഈ അധ്യായം കേവലം ഒരു ലിസ്റ്റല്ല, ഓരോ പേരിനും ഓരോ കഥയുണ്ട്. ദൈവം നെയ്തെടുത്ത ഒരു വലിയ ചിത്രത്തിലെ ഓരോ ഭാഗങ്ങൾ പോലെ. ശരിയാണ്. മനുഷ്യരാശി ഒന്നല്ല, മറിച്ച് പലതാണ്. ഓരോരുത്തരും തനതായ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടു വളരുന്നു. ഇത് ദൈവത്തിന്റെ സൃഷ്ടിപരമായ കഴിവിനെയാണ് കാണിക്കുന്നത്. ഇതൊരു ആശയക്കുഴപ്പമല്ല, ഒരു ഉദ്ദേശ്യമാണ്. നിമ്രോദിന്റെയും ബാബേലിന്റെയും കാര്യം പറഞ്ഞല്ലോ. അവിടെ മനുഷ്യന്റെ അനുസരണക്കേടിന്റെ ഒരു നിഴൽ കാണാമെങ്കിലും അതേസമയം തന്നെ ഷേമിലൂടെയുള്ള ആ രക്ഷയുടെ വാഗ്ദാനം അത് നിലനിൽക്കുന്നു. ദൈവത്തിന്റെ കൃപയും പദ്ധതിയും മുന്നോട്ടു പോകുന്നു. ഇത് ഇന്നത്തെ കാലത്ത് നമ്മൾ വായിക്കുമ്പോൾ എന്താണ് ഇതിന്റെ പ്രസക്തി? എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും ഈ വലിയ കഥയുടെ ഭാഗമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. ലോകത്തിലെ എല്ലാ ഗോത്രങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും എല്ലാം ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയിൽ നിന്ന് വന്നതാണ്. ദൈവം ഈ നാനാത്വത്തിൽ, ഈ വൈവിധ്യത്തിൽ സന്തോഷിക്കുന്നു. ക്രിസ്തുവിലൂടെ അവൻ നമ്മെ ഒന്നാക്കുന്നു. നമ്മുടെ തനിമയെ മായ്ച്ചു കളയുകയല്ല, മറിച്ച് വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അതെ, അപ്പോൾ നമുക്ക് അതിരുകൾക്കപ്പുറത്തേക്ക് സ്നേഹിക്കാൻ കഴിയണം. എല്ലാ ജനവിഭാഗങ്ങളിലും ദൈവത്തിന്റെ ആ ഒരു വിരലടയാളം കാണാൻ സാധിക്കണം. നമ്മളെല്ലാവരും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു കുടുംബമാണെന്ന ഓർമ്മപ്പെടുത്തൽ. നോഹയുടെ കുടുംബം ഭൂമിയിൽ നിറയാൻ അയക്കപ്പെട്ടതുപോലെ ഒരു ദൗത്യമുണ്ടായിരുന്നു അവർക്ക്. അതുപോലെ ദൈവസ്നേഹം ലോകമെമ്പാടും എത്തിക്കാൻ നമ്മളും അയക്കപ്പെട്ടിരിക്കുന്നു, അല്ലേ? തീർച്ചയായും. എല്ലാ ജനതകളിലേക്കും ഈ സുവിശേഷം എത്തണം. ദൈവത്തിന്റെ സ്വപ്നം എന്നത് ഒരു ആഗോള കുടുംബമാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. തീർച്ചയായും. സ്വർഗസ്ഥനായ പിതാവേ, ഉൽപ്പത്തി 10-ാം അധ്യായത്തിലെ ജ്ഞാനത്തിനും അതിന്റെ സൗന്ദര്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് സൃഷ്ടിച്ച എല്ലാ രാഷ്ട്രങ്ങൾക്കായും ഓരോ ജനവിഭാഗത്തിനായും അവരുടെ ഭാഷയ്ക്കായും പാരമ്പര്യത്തിനായും ഞങ്ങൾ നന്ദി പറയുന്നു. മറ്റുള്ളവരെ അങ്ങയുടെ കണ്ണുകളിലൂടെ കാണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഇടയിലുള്ള ഭിന്നതകളെ മറന്ന് ക്രിസ്തുവിൽ ഒന്നായി തീരാൻ കൃപ നൽകണമേ. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ അറിയുന്നവരെയും
അറിയാത്തവരെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹം ലോകമെമ്പാടും എത്തിക്കുവാനുള്ള ഈ ദൗത്യത്തിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവെ. എല്ലാ ഗോത്രങ്ങളും ഭാഷകളും വംശങ്ങളും ഒരുമിച്ച് അങ്ങയെ ആരാധിക്കുന്ന ആ വലിയ ദിവസത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിലെ അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ soulfulscriptureseveryday@gmail.com എന്ന വിലാസത്തിലേക്ക് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതെ, ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ അനുവാദത്തോടെ ഞങ്ങൾ സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവരിഡേയിലൂടെ ലോകവുമായി പങ്കുവെക്കുന്നതായിരിക്കും. ഓർക്കുക, നമ്മുടെ ഈ ബൈബിൾ പഠന പരമ്പര എല്ലാ ഞായറാഴ്ചകളിലും പ്രക്ഷേപണം ചെയ്യുന്നതാണ്. അടുത്തയാഴ്ച പുതിയൊരു വിഷയവുമായി കാണാം. അതുവരെ എല്ലാവർക്കും ദൈവകൃപ നേരുന്നു.